പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ വഴികളെപ്പറ്റിയുള്ളൊരു തിരിച്ചറിവ് നൽകുന്നതാണ്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകനെയും നീതിമാനെയും ഒക്കെയും വേർതിരിച്ച് ഈ വേദഭാഗം കാണുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും യോഗ്യതകൾ വ്യത്യസ്തമാണ്. അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. കർത്താവ് നമ്മുടെ ജീവിതയാത്രയോട് ചേർത്ത് വെച്ച് നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട്, സുവിശേഷത്തിന് വേണ്ടി നിലപാടുകളെടുക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2 അയ്യാമാരെ പറ്റി വേദപുസ്തകം നമുക്ക് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഉസിയ, മറ്റൊന്ന് യെശയ്യ. ഉസിയ എന്ന് പറയുന്ന രാജാവായിരുന്നു പ്രവാചകനായിട്ടുള്ള യെശയ്യായ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ജീവസന്ധാരണ മാർഗങ്ങളും കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഉസിയായോട് യെശയ്യായ്ക്ക് ഒരു കടപ്പാട് ഭൗതിക തലത്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അദ്ദേഹം യഥാതഥം പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഉസിയ രാജാവ് മരിച്ച വർഷത്തിൽ അദ്ദേഹത്തിലെ ഒരു ലൗകിക മനുഷ്യൻ വല്ലാതെ വേദനിക്കുന്നുണ്ട്. വേദനിക്കുന്ന ഒരു കാരണം ഉസിയ രാജാവ് പോയി എന്നതിനേക്കാട്ടിലുപരി തൻ്റെ ജീവിത മാർഗം, തൻ്റെ ജീവിതഗതി ഇനി എങ്ങനെയായി തീരും എന്നുള്ള ഒരു ആകുലതയാണ്, ഭയമാണ് യെശയ്യായെ അലട്ടുന്നത്. നമ്മൾ ദൈവത്തിലുള്ള ആഴമായ ആശ്രയബോധം ദൈവത്തോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഭൗതികത നമ്മളെ വല്ലാതെ ഭീതിതമായ അവസ്ഥ സൃഷ്ടിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. ആ നിസ്സഹായതയിൽ നമുക്കറിയാം, ഒഴുകി വരുന്നൊരു വെള്ളത്തെ വലിയൊരു പാറക്കല്ല് തടഞ്ഞു നിർത്തുമ്പോൾ, തുടർന്ന് ഇങ്ങോട്ടുള്ള ഒഴുക്ക് നിലയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അപ്പുറത്ത് ഒരരുവിയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ ജീവിതയാത്രയിൽ ഭയമാകുന്ന പാറക്കല്ല് ജീവിതത്തിൻ്റെ മുമ്പിൽ പല പ്രതിസന്ധികൾ ഉയർത്തി നിലകൊള്ളുമ്പോൾ അതിനു മുമ്പിൽ നമ്മളൊരു നിലപാട് എടുക്കുന്നു, അതിനപ്പുറം ഒന്നുമില്ല എന്ന്. പക്ഷെ അതിനപ്പുറവും ഒരു ദൈവമുണ്ട്, അതിനപ്പുറവും നമ്മളെ പരിപാലിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ ഭയത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ഭയത്തിനെ പൊടിച്ചു കളയുവാൻ, തള്ളിക്കളയുവാൻ കഴിവുള്ള ദൈവത്തിലേക്കാണ് ആശ്രയം വെക്കേണ്ടത്. യെശയ്യ ഈ ഉസിയ രാജാവിൻ്റെ മരണശേഷം ഏറെ ദുഃഖിതനായിട്ട് മാറുമ്പോൾ അദ്ദേഹം വേദനയോടുകൂടി എല്ലാ മനുഷ്യനും ആശ്രയിക്കും പോലെ ദേവാലയത്തിലേക്ക് ചെന്ന് ചങ്കുപൊട്ടി ദൈവതിരുസന്നിധിയിൽ കരയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചില നിലപാടുകളുണ്ട്. അദ്ദേഹം ജനത്തെ ഒരുപാട് പ്രാവശ്യം അവരുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചിട്ടുള്ള ആളാണ്. പാവത്തെ കയറുകെട്ടി വലിക്കുന്നതിന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും ഗണിക്കുന്നതിന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമായും അന്ധകാരത്തെ പ്രകാശമായും ഗണിക്കുന്നതിന് ദുരിതം, ഇങ്ങനെ ചുറ്റിനുള്ള ജനാവലിയുടെ മുഴുവൻ തെറ്റുകളും നോക്കിക്കൊണ്ട് അതിനെല്ലാം വിമർശനാത്മക ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ള യെശയ്യ. ആ യെശയ്യ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ നിസ്സഹായത, ഉസിയ രാജാവ് മരിച്ചുപോയി, ഇനിയും മുന്നോട്ട് എങ്ങനെ എന്നുള്ള ചിന്തയോടുകൂടി വേദനയോടെയും ഭാരത്തോടുകൂടി ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം, ഉസിയ രാജാവിനെ സൃഷ്ടിച്ചവൻ, ഉസിയ രാജാവിൻ്റെ രാജസിംഹാസനം, ചിതലെടുക്കുന്ന സിംഹാസനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന യെശയ്യയുടെ മുമ്പിൽ ഒരു വലിയ സിംഹാസനം പ്രത്യക്ഷപ്പെടുകയാണ്. ആ സിംഹാസനം എന്ന് പറയുന്നത് അത് കൃപയുടെ സിംഹാസനമാണ്. അതിൽ ദൈവം ഇരിക്കുന്നു. അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിന്നപ്പോൾ യെശയ്യ മരിച്ചവനെ പോലെ ആകുകയാണ്. അവൻ കാണുന്നത് 6 ചിറകുള്ള സ്രോപ്പേന്മാരെയാണ്. അവർ 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ചും 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ചും ദൈവത്തെ അനവരതം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ പറയുന്ന ഓരോ വാക്കും
ഒരു മിന്നൽപ്പിണര് പോലെ യെശയ്യായുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ആഞ്ഞടിക്കുമ്പോൾ അവൻ തിരിച്ചറിയുകയാണ്, ഇത്രയും കാലം വിചാരണ ചെയ്ത ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രയെത്രയോ ചെറിയവനാണ്. അവിടെയാണ് അദ്ദേഹം കണ്ണുനീരോടെ ദൈവതിരുസന്നിധിയിൽ താനായിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മുമ്പിൽ തിരിച്ചറിഞ്ഞ് തന്നിലെ ഇരുട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനാണ്, അശുദ്ധരുടെ മധ്യേ ഞാൻ വസിക്കുന്നവനാണ്. ഇത്രയും കാലം വിചാരണ ചെയ്തിരുന്ന ആ മനുഷ്യരിലും എനിക്ക് യാതൊരു മേന്മയും അവകാശപ്പെടാനില്ല. ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിൽ നിത്യപ്രകാശമായ നിൻ്റെ മുമ്പിൽ എൻ്റെ അന്ധകാരത്തിൻ്റെ ഓരോ അബദ്ധങ്ങളും പിടഞ്ഞു കിടക്കുന്ന ആ ഒരു തിരിച്ചറിവ് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവമേ, നിന്നോട് ഞാൻ പറയുന്നു, ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. മാലാഖമാരിൽ ഒന്ന് അപ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനകൾക്ക് മുമ്പിൽ, പ്രായശ്ചിത്തത്തിന് മുമ്പിൽ, പശ്ചാത്താപത്തിന് മുമ്പിൽ പറന്നു ചെന്ന് ഈ ബലിപീഠത്തിൽ നിന്ന് ഒരു അഗ്നിക്കനലെടുത്ത് അവൻ്റെ നാവിൽ സ്പർശിച്ച് അവനോട് പറയുകയാണ്, അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വീണുപോയവനെ കരകയറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്, നിൻ്റെ അശുദ്ധിയെല്ലാം നീക്കപ്പെട്ടു. ഓരോ കുമ്പസാരക്കൂട്ടിലും നമ്മൾ ഓർക്കുന്നത്, ദൈവപൈതലേ, ഇത് തന്നെയല്ലേ, നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. എന്നോട് ക്ഷമിക്കുവാൻ, എന്നോട് കരുണ കാട്ടുവാൻ എപ്പോഴും എന്നെ തേടി വരുന്ന ഒരു ദൈവം. ഞാൻ പാപികളെ തേടിയാണ് വന്നത് എന്നല്ല ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യ മൊഴികൾ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മളെ വിളിക്കുന്നതാണ്. ഈ അഗ്നിക്കനൽ തൊട്ടപ്പോഴുടൻ തന്നെ യെശയ്യ പിന്നീട് വിശുദ്ധിയുടെ ഒരു ആത്മാവിലേക്ക് ഉയരുകയാണ്. കടന്നു വന്ന പാതകളല്ല, ഇനി കടക്കുവാനുള്ള പാതകളിലേക്ക് അവൻ്റെ കണ്ണുകളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ വലുതാക്കിയെടുക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ പിന്നിലുള്ളവയെ മറന്നിട്ട് ഞാൻ മുന്നിലുള്ളവയെ ലാക്കാക്കി ഓടുന്നു. ഓരോ കുമ്പസാരവും നമ്മുടെ പിന്നിലുള്ളവയെ മറന്നുകൊണ്ട് മുന്നിൽ നമുക്ക് ചെയ്യാനാവുന്ന നന്മയുടെ സാധ്യതകളിലേക്ക്, നമ്മൾ അതിൻ്റെ ഉറവുകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ദൈവം ക്ഷണിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അവിടെ നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന നമ്മുടെ നാവിലേക്ക് വയ്ക്കപ്പെടുമ്പോൾ നമ്മൾ ഈ യെശയ്യായുടെ ആ മനോഭാവത്തോടു കൂടിയാണ് നിൽക്കേണ്ടത്. അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം യെശയ്യ കേൾക്കുന്നുണ്ട്. അദ്ദേഹം കേൾക്കുന്നു, ആർ എനിക്ക് വേണ്ടി പോകും എന്ന് ദൈവം ചോദിക്കുകയാണ്. അവിടെ വിശുദ്ധന്മാരെയല്ല കർത്താവ് തിരക്കുന്നത്, അവിടെ യെശയ്യയോട് മാത്രമാണ് ദൈവം തമ്പുരാൻ സംസാരിക്കുന്നത്. യെശയ്യയോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരെനിക്ക് വേണ്ടി പോകും. യെശയ്യായ്ക്കൊരു ധൈര്യം ആവശ്യമാണ്. ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ധൈര്യം നിറഞ്ഞ ഒരു സമീപനം അത് സ്വീകരിക്കുവാനായിട്ട് ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, സാവൂളിനെ ദൈവം തമ്പുരാൻ ഭരണം ഏൽപ്പിച്ചപ്പോൾ, ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ, സാവൂളിനെ കുറേ കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അഹങ്കാരിയായി മാറുകയും ദൈവത്തിൻ്റെ കരത്തിന് കീഴെ ചേർന്ന് നിൽക്കുന്നതിന് പകരം തൻ്റേതായ പദ്ധതികൾ ആലോചിക്കുകയും ഒക്കെയും ചെയ്തു കഴിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സാവൂൾ തിരസ്കൃതനായിട്ട് മാറുന്നു. കാരണം ദൈവകരുണയെ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള പാകത സാവൂളിൽ ദൈവത്തിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സാവൂളിൽ ഒരു ദുരാത്മാവ് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ സ്വീകരിച്ച മനുഷ്യൻ സാവൂളും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ചോദിക്കാൻ തക്കവണ്ണം അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന വ്യക്തി ഒരു നിമിഷം കൊണ്ട് അശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന് ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരുകയും ദാവീദിനെ പലവട്ടം കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ ലോകത്തിൻ്റെ തിന്മകൾ, അഹങ്കാരവും മാത്സര്യവും അസൂയയും ഒക്കെയും കൂട്ടുകയും അങ്ങനെ അവൻ്റെ ജീവിതയാത്ര ഏറ്റവും ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുവെന്ന് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം നമുക്ക് മുമ്പിൽ സമ്മാനിച്ചുകൊണ്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ സാവൂളിൻ്റെ ജീവിതവുമായിട്ട് ഒന്ന് തുലനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ നിന്നുകൊണ്ട്, എൻ്റെ ദൈവമേ, ഓരോ കുമ്പസാരക്കൂടും എൻ്റെ ആത്മാവിൻ്റെ വിമലീകരണത്തിനായിട്ട്
നീ എന്നോടുള്ള സ്നേഹത്താൽ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും ഈ വിശുദ്ധമായ കുർബാന നീ എന്നിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരുക്കിയ വലിയ അനുഗ്രഹമാണെന്നും ഈ കുർബാനയെ ഏൽക്കുമ്പോൾ ഞാനൊരു സക്രാരിയായി മാറുവാനും എൻ്റെ വചനത്തിലും എൻ്റെ പ്രവൃത്തികളിലും കർത്താവെ നിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനും തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. പത്രോസിനെ തള്ളിപ്പറഞ്ഞിട്ട് പോയ പത്രോസിനെ തിരികെ വിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തേക്ക് വരികയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് വരുവാനായിട്ട് ഇടയാവുകയില്ല. നമ്മുടെ ജീവിതയാത്രയെ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്, ഒരു ശിഷ്യത്വത്തിൻ്റെ വില എന്താണ്? ഒരു ശിഷ്യത്വം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്താണ്? അത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിച്ചു തരുന്ന ഏതൊരു സഹനത്തിൻ്റെ മുമ്പിലും ആ സഹനങ്ങളുടെ മുമ്പിൽ പിശാച് ശക്തമായി ആക്രമിക്കുമ്പോൾ പിശാചിന് എതിരെ മല്ലിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റേതാണ് ഞാനെന്ന് പറയാനായിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതിൽ കുരിശ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന അക്ഷരത്തിനിട്ട് കിട്ടുന്ന ഒരു വെട്ടാണ് കുരിശ്. ഞാനെന്നുള്ള ഭാവത്തിൻ്റെ മുമ്പിൽ വെട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം, നമ്മളെന്തുവാണെന്ന് വിചാരിക്കുമ്പോൾ സ്ട്രീറ്റിൽ നമ്മളിറങ്ങുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വശത്തുകൂടി വരുന്ന ഒരാൾ നമ്മളെ ആകാവുന്ന ചീത്തയെല്ലാം വിളിക്കുമ്പോൾ അവിടെ അക്ഷോഭ്യനായിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അവിടെ നമ്മൾ ഒരു കർത്താവിനെ ഏറ്റുവാങ്ങുന്ന കുരിശായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ, രോഗപീഠകളിൽ, മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന അവസ്ഥകളിൽ, നമ്മുടെ ജീവിതയാത്ര എല്ലാവരും വിമർശിക്കുന്ന അവസ്ഥയിൽ ഈ സമയത്തൊക്കെയും നമുക്ക് ദൈവത്തിൽ മാത്രം ആശ്രയം തേടുവാൻ കഴിയുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ നേരെ ഒരുക്കപ്പെടുന്ന കുരിശിൻ്റെ മുകളിൽ കർത്താവ് ആ കുരിശിലേക്ക് ചേർന്ന് വരുന്നു. അവിടെ നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി മാറുന്നു. കുരിശെടുക്കാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. പക്ഷേ കുരിശെടുക്കുമ്പോഴും കൂട്ടായി വരുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ അവനറിയാത്ത ഒരു കുരിശും നമ്മുടെ ജീവിതത്തിലില്ല. കുരിശിൻ്റെ ഭാരം അറിയാവുന്നവന് നമ്മുടെ ജീവിതഭാരം അറിയാം. നിൻ്റെ ഭാരം യഹോവയുടെ ചുമലിൽ വെക്കുക, അവിടെ നിന്നെ പുറത്തിക്കൊള്ളും. ദൈവകരുണയിൽ നമുക്ക് ശരണപ്പെടാം.